കോടമഞ്ഞ് കണ്ട് ചൂട് ചായയോടൊപ്പം കാടമുട്ട ഫ്രൈ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണെന്നും മന്ത്രി പറയുന്നു. നല്ല ലക്ഷ്യത്തോടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇട്ട പോസ്റ്റ് പക്ഷേ അല്പം പാളി. തന്നെ ഈ സാധനം തന്നെ കേട്ടോ. അതാ ഇപ്പോഴും കൂടെ ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുത്തിട്ട് വരികയാണ് ഞാൻ. എവരുടെ കയ്യിൽ ഒരു കഷ്ണം തെർമോക്കോള് കൊടുത്താൽ അത് അവരെടുക്കൂല. ഇവർക്ക് മേളിന്ന് ഇവരെ പോലുള്ളവരാണ് പറഞ്ഞു കൊടുക്കണത് തെർമോക്കോൾ എടുത്തുകൂടാന്ന്. എന്നിട്ട് കാടമുട്ട കയറ്റിക്കൊണ്ട് ആളുകൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണത്. കട തോറും ഞങ്ങളുടെ അടുത്തുള്ള ബിനുവണ്ണൻ്റെ കടയറിഞ്ഞ ഒരു സാധനം വാങ്ങിക്കാൻ ചെന്നപ്പോഴാണ് കാണണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എവിടുന്നോ ചെന്ന് അവർ റെയ്ഡും മറ്റും നടത്തണത്. തെർമോക്കോളിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പേ, അത് ഗ്ലാസ് അത് ഇതെല്ലാം എടുത്ത് മാറ്റണം, അതൊന്നും ഉപയോഗിച്ചുകൂടാന്ന് പറഞ്ഞ് അയ്യാക്ക് ഫൈനും അടപ്പിച്ച്. അപ്പോൾ അതേ പ്ലേറ്റിലല്ലേ മന്ത്രി ഇരുന്ന് കഴിക്കണത്. നല്ല സുഖം തന്നെയല്ല. നിയമം നാട്ടുകാർക്കാണല്ല, നിങ്ങൾക്കൊന്നും നിയമം ഇല്ലല്ല. കാടമുട്ട പൊരിച്ചതും ചായ എല്ലാം കൂടെ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇവിടെ അതാ മാലിന്യങ്ങൾ കുന്നുകൂടി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കത്തിക്കണം, സംസ്കരിക്കണം, നമ്മൾ എന്തൊക്കെയോ ചെയ്യണ്. അതും വീട്ടിൽ വെച്ചും കൊണ്ട് നമ്മൾ 50 രൂപ മാസം കൊടുത്തോണ്ടിരിക്കണ്. ഇത് എന്തൊരു ചെയ്യണ ഇവർ പറയുന്നു. അവിടെ പകുതി വെച്ച് ഇവിടെ പകുതി വെച്ച് എല്ലാം കൂടെ ഒന്നിച്ച് കയറ്റി മെഷീനിൽ കൂടെ കയറ്റി ഇറക്കി പിന്നെ ഉപയോഗിക്കുക എന്നൊക്കെ പറയണ്. റോഡ് നീളതാ മാലിന്യങ്ങൾ മുഴുവൻ കിടക്കണം. അത് മാത്രമല്ലല്ല, ആ വയനാട് ചുരമല്ലേ പറയണത്, താമരശ്ശേരി ചുരം മറ്റോ. നമ്മളൊരു പ്രാവശ്യം അവിടെ പോയിരുന്നു. അവിടെ എല്ലാം നോ പാർക്കിംഗ് എന്ന് ബോർഡുകൾ നിരത്തി വെച്ചിരിക്കുകയാണല്ല. അവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്താൽ എയും ഐയും ഒന്നും വേണ്ട, പോലീസുകാരൻ തന്നെ നമുക്ക് പെറ്റിയടിച്ച് കയ്യിൽ തരും. അപ്പം എവരിത് എവിടെ നിർത്തിയാണ് എടുത്തിരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. പിന്നെ മരാമത്ത് മുഴുവൻ മാറാപ്പിലായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ ഒക്കില്ല. അവരുടെ വകുപ്പിൽ അവർക്ക് തോന്നും പോലെ ആകാല്ലേ. എന്തരായാലും ഈ വാർത്ത എത്തി കണ്ടപ്പോൾ ഞാൻ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോഴാണ് ഞാൻ മീനെ അറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വന്ന് അവരിപ്പോൾ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും അല്ല ചോദിക്കണത്. 50 രൂപ ഇങ്ങ് തരീന്നാണ് പറയണത്. അവർക്ക് എന്തരന് ഈ മാലിന്യം എല്ലാം കൊണ്ട് വീട്ടിലെ മാലിന്യം കൊണ്ട് റോട്ടിൽ തള്ളാൻ തന്നെയല്ല. അതിലിപ്പോൾ അത് അവരവരുടെ പറമ്പിൽ കിടക്കട്ടെന്ന്. ഒരു കാടമുട്ടയും ചൂട് ചായ മനുഷ്യ ഇവിടെ കിടന്ന് ജീവിക്കാൻ നിർവാഹമില്ലാതെ പെടാപ്പാട് പേണത്. അതിൻ്റെ ഇടയ്ക്കാണ് പാവപ്പെട്ടവനെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഒരു ഗുരുവില്ല അല്ലേ. അവിടെ എവിടെ ചെന്ന് നിന്ന് നിങ്ങൾ താമരശ്ശേരി ചുരത്തിൽ പോയി കാടമുട്ട തിന്നണമെന്നൊന്നും നാട്ടുകാരുടെ അടുത്ത് നിങ്ങൾ അതിന് പ്രമോഷൻ കൊടുക്കാനും പരസ്യം കൊടുക്കാനും അല്ലല്ല നിങ്ങളെ മന്ത്രിയാക്കി നിയോഗിച്ച് വെച്ചിരിക്കണത്. ആദ്യം താമരശ്ശേരി പോകാനുള്ള റോഡ് എങ്ങനെ കിടക്കണമെന്ന് അത് പറഞ്ഞു വന്നപ്പോഴാണ് ഈയിടെ ഞങ്ങൾ പഴനിയ മുരനൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പാലക്കാട് വഴി ഒന്ന് വന്ന്. ആ പാലക്കാട് കയറിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഇപ്പം തമിഴ്നാട് കഴിഞ്ഞ് കേരള ആയെന്ന്. എന്തൊരു റോഡ്, കുറേ കിലോമീറ്റർ. പാലക്കാട്ടൊക്കെ ഉള്ളവരിത് കാണണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അതുവഴി പോകുന്നവരുടെ ഒരു പാടൊന്ന് ഓർത്ത് നോക്കണം. അപ്പം എന്തൊരു റോഡത്, എന്തുമാത്രം. ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, കള്ള കഞ്ചാവ എല്ലാം പരിശോധിക്കണം ചെക്ക് പോസ്റ്റും മറ്റും. അവിടത്തേക്ക് റോഡ് കിടക്കണം കിടപ്പ്. ഇതുവഴിയൊക്കെ തന്നെ അല്ല പോയി കാടമുട്ടയും ചായ എല്ലാം നിങ്ങൾ കുടിക്കണതും തിന്നണതും. നിങ്ങൾക്ക് നാണം ഉണ്ടായിത്തിയെങ്കിലും. ഞാൻ ഇത് കണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വന്നതാണ്. അപ്പം ഞാൻ പോകണം, എൻ്റെ മീൻ അടുപ്പത്ത് വെച്ചിരിക്കണേ. പോട്ട് എവരുടെയും നാട്ടുകാരുടെ പണമല്ലേ ഇരിക്കുകയല്ലേ. കാടമുട്ട അത് ഇതൊക്കെ വഴി തോറും നിർത്തി വാങ്ങിച്ച് നോ പാർക്കിങ്ങിലും ഒക്കെ നിർത്തി വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടി നിയമവിരുദ്ധമായിട്ടുള്ള പ്ലേറ്റാ ഗ്ലാസ്സാ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾ വന്ന് പറഞ്ഞത് കൊണ്ട് ഇനി എന്തൊക്കെ ഇത് വാർത്തയാകും. അല്ലെങ്കിലാ നിങ്ങളെപ്പോലെ ഓരോ നാട്ടിലെ സ്പെഷ്യൽ ഒന്ന് ഓടി നടന്ന് തിന്നാനുള്ള വക നമുക്കില്ല. 50 രൂപയുടെ മീൻ വാങ്ങിച്ച് അടുപ്പത്ത് വെച്ചിരിക്കുന്ന ആ മീനെ നോക്കട്ടെ. കാടമുട്ട.